ധനകാര്യം ഒരു ടെൻഷൻ പിടിച്ച ജോലിയാണെന്നുള്ളത് ഒരു സമയത്ത് ഇപ്പോഴായാലും എപ്പോഴായാലും ഉണ്ട്. പലപ്പോഴും നമുക്ക് തോന്നും എല്ലാ സ്ഥലത്തുനിന്നും ആവശ്യം വരുന്നത് ധനകാര്യത്തിൻ്റെ നേരെയാണ്. ചരിത്രത്തിൽ നാളെ വരത്തക്ക വിധത്തിലുള്ള ഡിഫിക്കൽട്ടിയാണ് ഈ കാലഘട്ടത്തിൽ. എല്ലാവരും എൻ്റെ കൂടെ പ്രവർത്തിച്ചൊരു ഫിനാൻസ് സെക്രട്ടറി ഇപ്പോൾ കേന്ദ്രത്തിലെ ഒരു സീനിയർ പോസ്റ്റാണ്. അദ്ദേഹം പറഞ്ഞു, സാറേ ഏറ്റവും ഡിഫിക്കൽട്ടായ ഇത്രയേറെ ബുദ്ധിമുട്ടുള്ള സമയത്ത് ഒരു ഫിനാൻസ് മിനിസ്റ്ററായിരിക്കേണ്ടി വന്നത് സാറിനാണ് എന്നോട് പറഞ്ഞു. കാരണം സത്യമാണ്, നല്ല വിഴിഞ്ഞം പോലുള്ള തുറമുഖങ്ങളും കാര്യങ്ങളും വരുന്നു. അപ്പോൾ ഇതെല്ലാം വരുന്നതിൻ്റെ കൂടെ എത്ര പണമുണ്ടെങ്കിലും സമാധാനവും ഒരു സംരക്ഷണവും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എത്ര പണം ഉണ്ടായിട്ട് കാര്യമുണ്ടോ? വലിയ തോതിൽ നമുക്ക് ലഭ്യമാവുന്ന നികുതിയൊക്കെ വെട്ടിക്കുറയ്ക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണെന്ന് എല്ലാവർക്കും അറിയാം. എന്നിട്ടും നമ്മൾ ഇങ്ങനെ മുന്നോട്ട് പോകുന്നു. അതുതന്നെയാണ് ഏറ്റവും വലിയ കാര്യം. കേരളത്തിന് പുറകോട്ട് പോകേണ്ടി വന്നിട്ടില്ല, കൂടുതൽ മുന്നോട്ട് പോകുന്നു. 26,000 കോടി ട്രഷറി കിടന്നിട്ട് എന്താ കാര്യം? അപ്പോൾ കേരളത്തിലെ ഖജനാവ് സുരക്ഷിതമാണെന്ന് വെച്ചാൽ ഈ സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നല്ല ബലമുള്ള ഖജനാവായിട്ട് തന്നെയാണ് പോകുന്നത്. ഹാർട്ട് ഓപ്പറേഷനുള്ള സ്റ്റെൻറ്റോ ലക്ഷക്കണക്കിന് രൂപ വിലയുള്ള സാധനങ്ങൾ ചിലപ്പോൾ ഷോർട്ടേജ് വരും. അതും വലിയ വാർത്തയാണ് കേരളത്തിൽ. കാരണം വാർത്ത വരുന്നതിന് നമ്മൾ എതിരല്ല. കാരണം കേരളത്തിൽ അത്രയും ഒരു റൈറ്റാണ് ജനങ്ങളെ സംബന്ധിച്ച്, സാമാന്യ ജനങ്ങളെ സംബന്ധിച്ച് ഹെൽത്ത്. കൊട്ടാരക്കര 1 മണിക്കൂർ 2 മണിക്കൂറാണ് MC റോഡിൽ തടസ്സം. 300 കോടി രൂപയുടെ ഒരു പ്രൊജക്റ്റാണ്. അതിൻ്റെ ലാൻഡ് അക്വിസിഷൻ ഒത്തിരി നടപടിക്രമമുണ്ട്. ആളുകളുടെ ഹിയറിങ് അതിൻ്റെ ഒരു ഫൈനൽ സ്റ്റേജിലേക്ക് എത്തുകയാണ്. വാസ്തവത്തിൽ ആ റോഡും പാലവും എല്ലാം കൂടെയുള്ള ഡിസൈൻ പൂർത്തീകരിച്ച് വെച്ചിരിക്കുകയാണ്. താലൂക്ക് ആശുപത്രിയുടെ പണി നമ്മൾ നേരത്തെ തുടങ്ങിയെങ്കിലും ആ കോൺട്രാക്ടർ അത് കംപ്ലീറ്റ് ചെയ്യാത്തതുകൊണ്ട് അവരിപ്പോൾ അത് ഒഴിവാക്കി വിട്ടു. 80 കോടിയോളം രൂപയുടെ നിർമ്മാണം ഇനി പൂർത്തീകരിക്കാനുണ്ട്. അത് ഇപ്പോൾ പുതിയ ടെൻഡർ വിളിച്ചേക്കുന്ന ഈ മാസം അവസാനം അതിൻ്റെ ടെൻഡറാവും. മീഡിയ വിഷൻ്റെ മറ്റൊരു സംവാദലക്കത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 4 വർഷം മുമ്പ് ശ്രീ KN ബാലഗോപാൽ കേരളത്തിൻ്റെ ധനകാര്യമന്ത്രിയായി ചുമതലയേൽക്കുമ്പോൾ എല്ലാവരുടെയും മുമ്പിലുണ്ടായിരുന്നൊരു വിചാരവും ഈ അങ്കലാപ്പായിരുന്നു. ഈ കാലത്ത് നമ്മൾക്ക് കഴിഞ്ഞ കാലങ്ങളിലുള്ള അദ്ദേഹത്തിൻ്റെ യാത്രയെക്കുറിച്ച് ഈ സംവാദത്തിൽ ചർച്ച ചെയ്യാം. നമസ്കാരം. എങ്ങനെ കാണുന്നു കഴിഞ്ഞ 4 വർഷത്തെ ഒരു തിരിഞ്ഞുനോട്ടത്തെ? കഴിഞ്ഞ 4 വർഷം നമ്മുടെ സംസ്ഥാനത്തെ സംബന്ധിച്ചും രാജ്യത്തെ സംബന്ധിച്ചൊക്കെ വളരെ പ്രധാനപ്പെട്ടൊരു കാലയളവാണ്. ഈ 4 വർഷക്കാലത്തിൽ ഈ കേന്ദ്ര ഗവൺമെൻറ് അവരുടെ ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് കൂടുതൽ പുറകോട്ട് പോകുന്നൊരു പ്രവണതയുണ്ട്. അത് മൊത്തം രാഷ്ട്രീയം നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ഇപ്പോൾ നമ്മൾ ലോകം കാണുന്ന സാഹചര്യം എന്ന് പറഞ്ഞാൽ ട്രംപിൻ്റെയും അമേരിക്കയുടെയും അതുപോലെ വലിയ ശക്തമായ സാമ്പത്തിക രാജ്യങ്ങളുടെ നമ്മുടെ രാജ്യങ്ങളെപ്പോലുള്ള രാജ്യങ്ങൾക്ക് നേരെ ടാക്സിൻ്റെ കാര്യത്തിലും ഇൻറ്റേർണലായിട്ടുള്ള നികുതി മുഴുവൻ ഘടനയുടെ കാര്യത്തിലൊക്കെ ഇടപെടും നമ്മൾ കാണുന്നത്. പക്ഷേ ഇത് ആഗോളവൽക്കരണം വന്നപ്പോൾ മുതലേ ഗവൺമെൻറ്റുകൾ വലിയ ഉത്തരവാദിത്വമൊന്നും വഹിക്കേണ്ട കാര്യമില്ല. ഒക്കെ പ്രൈവറ്റ് ചെയ്തോളും. പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ്റെ ഭാഗമായിട്ട് വന്നതാണ് എഡ്യൂക്കേഷൻ, ഹെൽത്ത് എല്ലാം ഇങ്ങനെ വരുന്നൊരു സാഹചര്യത്തിൽ കേന്ദ്ര ഗവൺമെൻറ് ബഡ്ജറ്റ് അലോക്കേഷനും സംസ്ഥാനങ്ങൾക്ക് കിട്ടുന്ന അലോക്കേഷനും ഒക്കെ കുറഞ്ഞു. സംസ്ഥാനങ്ങൾക്ക് സ്വതന്ത്രമായിട്ട് കളക്ട് ചെയ്യാൻ അനുവാദം ഉണ്ടായിരുന്ന സെയിൽ ടാക്സ് അല്ലെങ്കിൽ വാറ്റ് അതെല്ലാം അവകാശം പോയി. ഇങ്ങനൊരു സാഹചര്യമാണ് സാമ്പത്തിക കാര്യം നോക്കുകയാണെങ്കിൽ. രാഷ്ട്രീയമായിട്ടാണെങ്കിലും ഈ യുദ്ധങ്ങളും ഏകാധിപത്യവും വർഗീയതയും ഒക്കെ ശക്തി പ്രാപിച്ചു ലോകത്താകെ. അപ്പം ഒരു വ്യക്തി എന്ന നിലയിൽ ഒരു മനുഷ്യൻ്റെ, ഒരു കുടുംബത്തിൻ്റെ അവരുടെ അവകാശങ്ങൾ വലിയ തോതിൽ സമൂഹം നോക്കണ്ട എന്ന് പറയുന്നൊരു ബോധം വന്നു. ഞാനിത് പറയുമ്പം ദൈനംദിന രാഷ്ട്രീയത്തിൽ എന്താ ഇതിന് കാര്യം തോന്നുന്നത്? ഇപ്പോൾ എല്ലും തോലുമായ കൊച്ചു കുട്ടികൾ പട്ടിണി കിടന്നിട്ട് പല സ്ഥലത്തും യുദ്ധത്തിൻ്റെ ഇത് കാരണം പട്ടിണി കിടന്ന് മരിക്കുന്നു. ഗാസ പോലെയൊക്കെയുള്ള സംഭവങ്ങൾ കാണുന്നു പല രാജ്യങ്ങളും, ഇറാനായാലും മറ്റ് ആഫ്രിക്കൻ രാജ്യങ്ങളായാലും. നമുക്കൊന്നും വലിയ തോതിൽ പഴയതുപോലെ ഫീലിംഗ് വേണ്ട എന്ന് പറയുന്നൊരു അവസ്ഥ എത്തിയിരിക്കുന്നത്. അങ്ങനൊരു സാഹചര്യത്തിലാണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ചുറ്റുപാടും ഈ സാഹചര്യം ഉള്ളപ്പോൾ കേരളത്തിനകത്ത് അങ്ങനെയല്ല. ഞാൻ പറഞ്ഞ ഇതൊന്നും ആരും ശ്രദ്ധിക്കേണ്ട കാര്യമില്ല എന്ന് പറയുന്നിടത്ത് ഏറ്റവും പാവപ്പെട്ട സാധാരണ മനുഷ്യൻ്റെ ഉൾപ്പെടെ ഒരാളും നോക്കാനില്ലെങ്കിൽ പോലും അവരുടെ ജീവിതം ഉൾപ്പെടെ വളരെ പ്രധാനമാണെന്ന് കരുതുന്ന ഒരു സമീപനമുള്ള രാഷ്ട്രീയമാണ് ഇടതുപക്ഷ രാഷ്ട്രീയം. അതുകൊണ്ടാണ് 2ാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ ഞങ്ങളെല്ലാം മന്ത്രിമാരായി വന്ന ആദ്യ ക്യാബിനറ്റിൽ തന്നെ അതിദരിദ്രരായിട്ടുള്ള ആളുകളെ സംബന്ധിച്ച് സർവേ നടത്താനും അങ്ങനെയുള്ള കുടുംബങ്ങളെ നോക്കാനും തീരുമാനിച്ചു. 64,000 കുടുംബങ്ങളാണ് കേരളത്തിലാകെ അതിദരിദ്രർ എന്ന് പറഞ്ഞാൽ. ചിലർക്ക് ഈ ആരോഗ്യ പ്രശ്നമുള്ളത് കാരണം ഭക്ഷണം പാലും പാചകം പറ്റില്ല, കൂടെ ആളും ഉണ്ടാവില്ല. അപ്പോൾ വെറും സമ്പത്ത് മാത്രമല്ല, തീരെ സമ്പത്തും ഇല്ല എങ്കിൽ പിന്നെ മാർഗമില്ലല്ലോ. അങ്ങനെയുള്ള ആളുകളെ അതിൽ നിന്ന് മോചിപ്പിച്ചുകൊണ്ടുവരാനുള്ള പദ്ധതി അവിടെ നമ്മൾ തയ്യാറാക്കി. നേരത്തെയുള്ള കേരളത്തിൻ്റെ ആരോഗ്യം, വിദ്യാഭ്യാസം, പരിസ്ഥിതി തുടങ്ങിയ ലൈഫ് ഭവന പദ്ധതി തുടങ്ങിയ കാര്യങ്ങൾക്കൊക്കെയുള്ള സ്കീമുകൾക്കൊപ്പം ഈ സമ്പൂർണ്ണമായി ദരിദ്രരായ വളരെ പാവപ്പെട്ട ആളുകളെ സംരക്ഷിക്കാനുള്ള സമീപനമെടുത്തു. നമ്മുടെ നാട്ടിൽ ഈ ഇന്ത്യൻ സാഹചര്യം ലോകത്തെയൊക്കെ സമീപനം ഉണ്ടെങ്കിലും ഏറ്റവും എല്ലാവർക്കും വിദ്യാഭ്യാസം കിട്ടുന്നതും ഉന്നത വിദ്യാഭ്യാസം വരെ സാമാന്യം അഫോർഡബിളായിട്ടുള്ള
ഒരു സ്ഥിതിയിലേക്ക് നമ്മുടെ സ്റ്റേറ്റാണ്. ആരോഗ്യരംഗത്ത് പണ്ടുള്ള അതുപോലെ പരാതിയില്ല. പണ്ട് പനിക്കുള്ള മരുന്ന് പോലും കിട്ടാത്തതിനെ പറ്റിയാണെങ്കിൽ ഇപ്പോഴും ചിലത് കിട്ടാത്തതിനെ പറ്റി പരാതി ഉണ്ടാവും. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഹാർട്ട് ഓപ്പറേഷനുള്ള സ്റ്റെൻറ്റോ ലക്ഷക്കണക്കിന് രൂപ വിലയുള്ള സാധനങ്ങൾ ചിലപ്പോൾ ഷോർട്ടേജ് വരും. അതും വലിയ വാർത്തയാണ് കേരളത്തിൽ. കാരണം വാർത്ത വരുന്നതിന് നമ്മൾ എതിരല്ല. കാരണം കേരളത്തിൽ അത്രയും ഒരു റൈറ്റാണ് ജനങ്ങളെ സംബന്ധിച്ച്, സാമാന്യ ജനങ്ങളെ സംബന്ധിച്ച് ഹെൽത്ത്. അതുപോലെ തന്നെ നമ്മുടെ റോഡുകളും പൊതു പശ്ചാത്തല സൗകര്യങ്ങളും വലിയ തോതിൽ മാറിയിരിക്കുന്നു. അന്തർദേശീയമായ കമ്പനികൾ കേരളത്തിൽ ഇവിടെ വർക്ക് ചെയ്യാം. വർക്ക് ഫ്രം ഇന്ത്യ, മേക്ക് ഇൻ ഇന്ത്യ എന്ന് പറയുന്നത് കൂടുതൽ കേരളത്തിന് നേരത്തെ ബാധകമല്ലായിരുന്നു. ഇപ്പം മേക്ക് ഇൻ കേരള എന്ന് പറയുന്നതും കേരളത്തിനകത്ത് ഇതൊക്കെ പറ്റുമെന്ന് പറയുന്നതായ അവസ്ഥ വരുന്നു. നല്ല വിഴിഞ്ഞം പോലുള്ള തുറമുഖങ്ങളും കാര്യങ്ങളും വരുന്നു. അപ്പോൾ ഇതെല്ലാം വരുന്നതിൻ്റെ കൂടെ എത്ര പണമുണ്ടെങ്കിലും സമാധാനവും ഒരു സംരക്ഷണവും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എത്ര പണം ഉണ്ടായിട്ട് കാര്യമുണ്ടോ? അമ്പലത്തിൽ പോകാനും പള്ളിയിൽ പോകാനും പോകുന്ന ആളെ വഴിയിൽ ആക്രമിക്കുക, ഭക്ഷണം ഇഷ്ടമുള്ളത് കഴിക്കാൻ പറ്റാതിരിക്കുക, ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളുണ്ട ഒരു സ്ഥലമാണെങ്കിൽ പിന്നെ എന്താ പണം കൊണ്ട് കാര്യമില്ല. അപ്പോൾ ഏറ്റവും പ്രധാനമാണ് നമ്മുടെ സ്വാതന്ത്ര്യവും സമാധാനവും. അതുള്ളതും നോക്കിക്കോളൂ, നമുക്ക് ഇന്ത്യയിൽ ഏറ്റവും നന്നായി എടുത്തു കാണിക്കാം. അപ്പോൾ ലോകത്ത് ഇങ്ങനെയൊക്കെ അരക്ഷിതത്വം വരുമ്പോൾ ഇന്ത്യ ഗവൺമെൻറ് തന്നെ പബ്ലിക് റെസ്പോൺസിബിലിറ്റിയിൽ നിന്ന് പുറകോട്ട് പോകുമ്പോൾ കേരളം എന്ന് പറയുന്നൊരു സംസ്ഥാനത്തെ പിടിച്ചു നിർത്തുക, ഈ ഒരു മാന്യതയും സംസ്കാരവും ജീവിക്കാനുള്ള നിലവാരവും പുതിയ തലമുറയ്ക്ക് കൂടുതൽ പ്രതീക്ഷ കൊടുക്കുന്ന പുരോഗതിയൊക്കെ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ചെറിയൊരു കാര്യമല്ല. അത് ഈ 4 വർഷക്കാലവും ചെയ്യാൻ പറ്റി. കഴിഞ്ഞ 5 വർഷക്കാലം ഒന്നാം പിണറായി സർക്കാരും അതിൻ്റെ തുടർച്ചയായിട്ട് ഈ സർക്കാരും പ്രവർത്തിക്കുമ്പോൾ ഈ 9 വർഷക്കാലം കൊണ്ട് വലിയ മാറ്റം എല്ലാ സ്ഥലത്തും, കൊട്ടാരക്കരയിലും വളരെ പ്രകടമാണ് ആ മാറ്റങ്ങൾ. അതുണ്ടാക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ചെറിയ കാര്യമല്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരുകൾ കേരളത്തിൽ 57 ഗവൺമെൻറ് മുതൽ ഇങ്ങോട്ട് തുടർന്നു വരുന്ന നയങ്ങൾ കൂടുതൽ ശക്തമായിട്ട് പോകുന്നത് കൊണ്ടാണ് നമുക്ക് ഈ നന്മകളുള്ളത്. അപ്പം ഞാൻ പറഞ്ഞത് ഇതാണ് കേരളത്തിൽ ഇപ്പോൾ എന്താണ് ഏറ്റവും വലിയ നേട്ടം എന്ന് വെച്ചാൽ, പൊതുവായ ഒരു വലിയ അരക്ഷിതാവസ്ഥയുടെയും സാമ്പത്തിക അരാജകത്വത്തിൻ്റെയും പട്ടിണിയുടെയും പരിവട്ടത്തിൻ്റെയും ഒക്കെ ഒരു അന്തരീക്ഷം വരുന്നു, ക്രമസമാധാനത്തിൻ്റെ പ്രശ്നം വരുന്നു, വർഗീയത വരുന്നു. അതിനെയൊക്കെ മാറ്റി നിർത്തി ഒരു ഷീൽഡായി കേരളത്തിലെ ജനങ്ങളെ, മാധ്യമ സ്വാതന്ത്ര്യം ഇതുപോലെ വേറെ എവിടെയെങ്കിലും ഉണ്ടോ ഇല്ലയോ എന്ന് നിങ്ങൾക്കറിയാമല്ലോ. ഇല്ലല്ലോ. പുരോഹിതന്മാർക്ക് വേഷം ധരിച്ചിട്ട് അവരുടെ വേഷം ധരിച്ച് നടക്കാൻ പറ്റുന്ന സാഹചര്യം ഉണ്ടോ? എതിരായി വാർത്ത കൊടുക്കുന്നവർ ജയിലിലല്ലേ പലയിടത്തും, പല സംസ്ഥാനങ്ങളിലും. അങ്ങനെ ഒരു സ്ഥലത്ത് ഇതിനെയൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു രാഷ്ട്രീയം, ഇടതുപക്ഷത്തിൻ്റെ രാഷ്ട്രീയം സംരക്ഷിക്കാൻ പറ്റി. അത് കൂടുതൽ ശക്തമായിട്ട് ഈ സമയത്ത് കൊണ്ടുപോകാൻ പറ്റി. വലിയ തോതിൽ നമുക്ക് ലഭ്യമാവുന്ന നികുതിയൊക്കെ വെട്ടിക്കുറയ്ക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണെന്ന് എല്ലാവർക്കും അറിയാം. എന്നിട്ടും നമ്മൾ ഇങ്ങനെ മുന്നോട്ട് പോകുന്നു. അതുതന്നെയാണ് ഏറ്റവും വലിയ കാര്യം. കേരളത്തിന് പുറകോട്ട് പോകേണ്ടി വന്നിട്ടില്ല, കൂടുതൽ മുന്നോട്ട് പോകാൻ കഴിഞ്ഞു. ഈ 5-ാം വർഷവും നമ്മുടെ ഖജനാവ് സുരക്ഷിതമാണോ? കേരളത്തിൻ്റെ ഖജനാവ് ഈ സുരക്ഷിതം എന്ന് പറയുന്നതിനകത്ത് സുരക്ഷിതമാണ്. സുരക്ഷിതം എന്ന് പറയുന്ന കൺസെപ്റ്റ് ഉണ്ട് ചിലത്. എന്നോട് ഇന്ത്യയിലെ ഒരു പ്രമുഖമായ സംസ്ഥാനത്തിൻ്റെ ധനകാര്യമന്ത്രി, ഞങ്ങൾ ധനകാര്യമന്ത്രിമാരെ ഇടയ്ക്കിടയ്ക്ക് കൂടുമല്ലോ GST കൗൺസിൽ, അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞൊരു കാര്യം ഞാൻ ചിലരെയൊക്കെ പറഞ്ഞ് ഓർമ്മിപ്പിക്കാറുണ്ട്. എന്നോട് ചോദിച്ചു, വാട്ട് ഈസ് യുവർ ബാലൻസ് ഇൻ യുവർ ട്രഷറി? ഞാൻ പറഞ്ഞു, ഞങ്ങൾ പരാപരമാണ് പോകുന്നത്. പലപ്പോഴും ലോണും എടുത്ത് അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ലോൺ എടുക്കുന്ന തെറ്റല്ല, നിങ്ങൾക്കും എനിക്കൊക്കെ ലോൺ ഉണ്ട്. കാരണം നമ്മൾ വണ്ടി മേടിക്കാനോ വീട് വെക്കാനോ ഒക്കെ ലോൺ എടുക്കും, നമ്മൾ അടച്ചു തീർക്കും. അതാണ്. അപ്പോൾ അതൊരു ഡെവലപ്മെൻറ്റിന് വേണ്ടിയുള്ള പ്രക്രിയ. ഞങ്ങളെല്ലാ കാര്യവും ചെയ്യാറുണ്ടോ. ഏറ്റവും കൂടുതൽ സോഷ്യൽ സെക്യൂരിറ്റി ചെയ്യുന്ന നമ്മളാണ്. ഏറ്റവും കൂടുതൽ ആൾക്ക് PSC അപ്പോയിൻമെൻറ്റ് കൊടുക്കുന്ന നമ്മളാണ്. ഏറ്റവും കൂടുതൽ പൊതുവിതരണ വില നിയന്ത്രിക്കാനുള്ള പരിപാടിയൊക്കെ ഉള്ളതാണ്. അപ്പം ഞാൻ പറഞ്ഞു, ഞങ്ങൾക്ക് വി ഡോണ്ട് ഹാവ് എനി മച്ച് ബാലൻസ് ഇൻ ദ ട്രഷറി, ബട്ട് വി ആർ മാനേജിങ് ഇൻ എ വെരി ഗുഡ് വേ. അപ്പം അദ്ദേഹം പറഞ്ഞു, യു സി I have 26,000 crores in my treasury as my savings, this balance this year. പക്ഷേ ആ സംസ്ഥാനത്ത് നിന്ന് കേരളത്തിലേക്ക് വലിയ തോതിൽ പാവപ്പെട്ട ആളുകൾ ജോലി ചെയ്യാനായിട്ട് വരുന്നുണ്ട്. ഞാൻ സ്റ്റേറ്റുകളുടെ പേര് പറയുന്നില്ല, ബംഗാളല്ല കേട്ടോ, അല്ല, അതിനേക്കാളൊക്കെ ഖനിജ വിഭവങ്ങളുള്ളൊരു സ്റ്റേറ്റാണ്. അപ്പം 26,000 കോടി ട്രഷറി കിടന്നിട്ടെന്താ കാര്യം? അപ്പം കേരളത്തിലെ ഖജനാവ് സുരക്ഷിതമാണെന്ന് വെച്ചാൽ ഈ സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നല്ല ബലമുള്ള ഖജനാവായിട്ട് തന്നെയാണ് പോകുന്നത്. പക്ഷേ ഈ പറഞ്ഞ ഒരു സംസ്ഥാനത്തിൻ്റെ ചിലവ് വലിയ കൂടുതലാണ്. സോഷ്യൽ സെക്യൂരിറ്റിയിൽ നിങ്ങൾ എന്തിനാണ് ഇത്രയും ചിലവാക്കുന്നതെന്നാണ് പലരും ചോദിക്കുന്നത്. അങ്ങനെ ചിലവാക്കുന്നൊരു സംസ്ഥാനം എന്ന നിലയിൽ ഈ ഡെവലപ്മെൻറ്റും ആളുകളുടെ സംരക്ഷണവും എല്ലാം കൂടി നോക്കുന്നൊരു സ്ഥിതിയിൽ നമ്മുടെ ഖജനാവിനെ നമുക്ക് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട്. എന്നാൽ അഫ്ലുവൻ്റ് ആണോ, ഇഷ്ടം പോലെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. പലപ്പോഴും അങ്ങനെ മാനേജ് ചെയ്ത് പോകുന്നു. ആളുകൾക്ക് ഇത് മനസ്സിലാവാത്ത തരത്തിലേക്ക്, ബുദ്ധിമുട്ടുകൾ വലുതായിട്ട് മനസ്സിലാവാത്ത തരത്തിലേക്ക് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട്. അല്ലെങ്കിൽ 6,000 കോടിയോളം രൂപ തനിച്ച് ചിലവാക്കി ഒരു വിഴിഞ്ഞം പോലൊരു തുറമുഖം കേരളത്തിൽ ഈ സമയത്ത് വരില്ല. ഈ 5,800 കോടി ചിലവാക്കിയതിൽ മഹാഭൂരിപക്ഷവും സംസ്ഥാന ഗവൺമെൻറ്റാണ് ചിലവാക്കിയത്. കേന്ദ്രത്തിൻ്റെ അതിനകത്ത് വന്നിട്ടില്ല എന്നറിയാമല്ലോ. പിന്നൊരു ഇത് കൂടാതെ 2,000 കോടിക്ക് അടുത്താണ് ആ കമ്പനിയുടെ, പ്രൈവറ്റ് കമ്പനിയാണ്, അവർ ചിലവാക്കിയത്. അപ്പോൾ ഇത്രയും ബുദ്ധിമുട്ടുള്ളപ്പോൾ എന്നാൽ പിന്നെ ഇപ്പോൾ ഈ പണം ചിലവാക്കേണ്ടെന്ന് വിചാരിച്ചില്ല. ആ പണം ചിലവാക്കുന്നതുകൊണ്ടാണ്
കേരളത്തിൻ്റെ അടുത്തൊരു 10, 100, 500 വർഷത്തെ ഡെവലപ്മെൻറ്റിൻ്റെ ഏറ്റവും വലിയ അടിസ്ഥാനം അത് ഈ ഗവൺമെൻറ്റിൻ്റെ ഈ ഘട്ടത്തിലാണ് ഏറ്റവും കൂടുതൽ ചിലവാക്കിയത്. ഈ എപ്പോഴെങ്കിലും ഈ ധനകാര്യം എന്നുള്ളതൊരു ഭാരമായി തോന്നിയ സന്ദർഭം ഉണ്ടായിട്ടുണ്ട്? ധനകാര്യം ഒരു ടെൻഷൻ പിടിച്ച ജോലിയാണെന്നുള്ളത് ഒരു സമയത്ത് ഇപ്പോഴായാലും എപ്പോഴായാലും ഉണ്ട്. പലപ്പോഴും നമുക്ക് തോന്നും എല്ലാ സ്ഥലത്തുനിന്നും ആവശ്യം വരുന്നത് ധനകാര്യത്തിൻ്റെ നേരെയാണ്. എന്നാൽ ഇപ്പോൾ അത് കുറച്ച് സമൂഹത്തിനും അത് മനസ്സിലായിട്ടുണ്ട്. ഇതിനെ നമ്മൾ നല്ലതുപോലെ മറികടക്കാൻ ശ്രമിക്കുന്നുണ്ട്. ആഭ്യന്തര വരുമാനം വർദ്ധിപ്പിച്ചു, ടാക്സൊന്നും നമുക്ക് കൂട്ടാൻ പറ്റത്തില്ല, എങ്കിലും വരുമാനം വർദ്ധിച്ചു കൊണ്ടുപോകുന്നുണ്ട്. വലിയൊരു ചലഞ്ചാണ്. നമുക്കൊരു വളരെ വലിയ ബുദ്ധിമുട്ടേറിയ കാര്യം നടത്തി കഴിയുമ്പോൾ അതിൻ്റെ ഒരു സന്തോഷം ഉണ്ടാവും. പക്ഷേ അതിനു മുമ്പുണ്ട് ടെൻഷൻ ഉണ്ടല്ലോ. നിങ്ങൾക്കിപ്പോൾ ഒരു കാര്യം വളരെ റിസ്ക് ആയിട്ടൊരു കാര്യം ചെയ്യുമ്പോൾ ഉള്ള ടെൻഷനുണ്ട്. അത് ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ബേസ് ഫിനാൻസ് ആണല്ലോ എല്ലാത്തിനും വേണ്ടത്. അപ്പോൾ അത് ചെയ്യുന്നതിൻ്റെ ആ ഒരു റിസ്ക് എടുക്കുമ്പോൾ അതിൻ്റെ ടെൻഷൻ ഉണ്ടെങ്കിലും ഈ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നുണ്ട്. വലിയൊരു ഉത്തരവാദിത്വമാണല്ലോ നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നത്. ആ ഉത്തരവാദിത്വം മറ്റുള്ളവരുടെ അത്രയും നമുക്ക് സ്വാതന്ത്ര്യമായിട്ട് പലപ്പോഴും സമയമെടുത്ത് പോകാൻ പറ്റില്ല. യാത്രകൾ പോലും പലപ്പോഴും റെസ്ട്രിക്റ്റ് ആവും. ഇപ്പോൾ ഓണത്തിൻ്റെ തൊട്ടുമുമ്പുള്ള ദിവസങ്ങളാണ്. ഓണത്തിന് 20,000 22,000 കോടി രൂപയെങ്കിലും വേണം. DA പ്രഖ്യാപിച്ചത് 2 ക്ഷേമ പെൻഷൻ കൊടുക്കാൻ തീരുമാനിച്ചു. ഏകദേശം 1,800-2,000 കോടി രൂപ ഒറ്റയടിക്ക് ആൾക്ക് കൊടുക്കണം. അവർക്ക് അവരുടെ സന്തോഷം കാണുമ്പോൾ ഇവരൊന്നും നമ്മൾ നേരിട്ട് കാണുന്നില്ല. അവരുടെ ആ മനസ്സിൽ 3,200 രൂപ കയ്യിലേക്ക് കിട്ടുന്ന ഈ 62 ലക്ഷം ആളുകൾ അവരുടെ ഒരു സന്തോഷം എന്ന് പറഞ്ഞാൽ ചെറിയ വേറെ പ്രത്യേകത ചോദ്യം വരുന്നതിന് മുമ്പ് തന്നെ നമ്മൾ അനുഭവിച്ചിട്ടുണ്ട്. അത് കൊടുത്തു. ഇപ്പം ഈ DA കൊടുക്കോ ഇല്ലയോ ജീവനക്കാർക്കും സംഘടനകൾക്കും അറിയാം, അവർക്കും കണക്കുണ്ടല്ലോ. ഇത്രയേറെ കട്ടിങ് പലപ്പോഴും വരുക. ഒരാഴ്ച മുമ്പ് ഞാൻ 10 ദിവസം മുമ്പ് യൂണിയൻ ഫിനാൻസ് മിനിസ്റ്ററെ കാണാൻ പോയിരുന്നു. കഴിഞ്ഞ വർഷം ബഡ്ജറ്റ് അവതരിപ്പിക്കുമ്പം അനുവദിച്ചിരുന്ന തുകയിൽ 6,300 കോടി ഈ വർഷം വെട്ടിക്കുറയ്ക്കപ്പെട്ടു പല കാരണങ്ങളും. 6,000 അപ്പം ബഡ്ജറ്റ് അവതരിപ്പിച്ച് അത് വെച്ചിട്ടാണ്. അതിനേക്കാളും 6,300 കോടി പോകുമ്പോഴോ അത് കണ്ടിട്ട് നമ്മൾ പ്രത്യേകം ഇതിൻ്റെ കാര്യങ്ങൾ പറയാനാണ് പോയിരുന്നത്. അപ്പോൾ ഇപ്പോൾ നമ്മളിരിക്കുമ്പോഴാണ് ഈ GSTയുടെ പുതിയ റേറ്റ് റിവിഷൻ വരുന്നത്. സാധാരണക്കാർക്ക് ഗുണം കിട്ടാനാണ് എന്നാണ് റേറ്റ് റിവിഷൻ്റെ ഉദ്ദേശമായി പറയുന്നത്. പക്ഷേ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ എല്ലാ ഗവൺമെൻറ്റിൻ്റെയും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയും ടാക്സ് വരുമാനം ഇല്ലെങ്കിൽ ഏറ്റവും പാവപ്പെട്ടവൻ്റെ ചികിത്സയും അവരുടെ ഭക്ഷണവും അവരുടെ സ്കൂൾ വിദ്യാഭ്യാസം മുടങ്ങും എന്ന് മാത്രമല്ല, ഈ റേറ്റ് കുറയ്ക്കുന്നു എന്ന് പറയുമ്പോൾ അത് സാധാരണക്കാർക്ക് ഗുണം കിട്ടണം. പലപ്പോഴും ഈ റേറ്റ് കുറയ്ക്കുമ്പം കമ്പനികൾ വില കൂട്ടിയിട്ട് ആ റേറ്റ് കൂടെ എടുക്കുക ചെയ്യുന്നത്. അപ്പോൾ അങ്ങനത്തെയുള്ള പലവിധ പ്രശ്നങ്ങളുടെ നടുക്കൂടിയാണ് പ്രവർത്തിക്കുന്നത്. ഇത് പലതും ഈ സാമ്പത്തിക കാര്യങ്ങളാകുമ്പോൾ ആദ്യഘട്ടത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കൺവിൻസ് ചെയ്ത് വരാൻ ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ അത് കുറച്ചുകൂടെ ആളുകൾക്ക് മനസ്സിലായി വരുന്നുണ്ട്. എന്തായാലും കാര്യങ്ങൾക്കൊരു തടസ്സം ഉണ്ടാവില്ല ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് ആണെങ്കിൽ എന്നത് ഒരു വിശ്വാസമാണ്. അല്ല, ഏതെങ്കിലും ഘട്ടത്തിൽ ഈ ധനകാര്യം വേണ്ടായിരുന്നു, മറ്റേതെങ്കിലും വകുപ്പ് മതിയായിരുന്നു എന്നൊരു ചിന്ത എപ്പോഴെങ്കിലും ഉണ്ടായിരുന്നു? അങ്ങനെ തോന്നിയിട്ടില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ തോന്നിയിട്ടില്ല. കാരണം ഈ ഏത് വകുപ്പായാലും നമ്മൾ ഉത്തരവാദിത്വം ഏറ്റെടുക്കണം. നമ്മളെല്ലാം പൊതുപ്രവർത്തകരാണ്. വിദ്യാർത്ഥികളായിരിക്കുമ്പോൾ വിദ്യാഭ്യാസം ചെയ്യുമ്പോൾ നന്നായി വിദ്യാഭ്യാസം ചെയ്തതാണ് ഞങ്ങളൊക്കെ. അത് ആ ഉത്തരവാദിത്വം നിർവഹിച്ചിട്ടുണ്ട്. പക്ഷേ പിന്നെ അഡ്വക്കേറ്റായി പ്രാക്ടീസ് ചെയ്യണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ ജോലിക്കും സർക്കാർ ജോലിക്കോ അല്ലെങ്കിൽ വേറെ ജോലിക്കോ ഇല്ല, പൊതുപ്രവർത്തകരായിട്ടും നിന്ന ആളുകളാണ്. ഏത് സമയത്തും എപ്പോഴും ഞങ്ങൾക്കൊക്കെ എന്തെങ്കിലും ഉത്തരവാദിത്തമുള്ളതാണ്. എന്നെപ്പോലൊരു രാഷ്ട്രീയ പ്രവർത്തകർ എന്ന നിലയിൽ മന്ത്രിമാരോ MLA-മാരുടെ കാര്യമല്ലേ പറഞ്ഞത്. നാട്ടിലെ ഏത് രാഷ്ട്രീയ പ്രവർത്തകനും സത്യത്തിൽ അവരാണ് ഏറ്റവും കൂടുതൽ ജോലി ചെയ്യുന്നത്. ഞാൻ പറഞ്ഞ സാധാരണ നമ്മുടെ ഒരു നാട്ടിൻ പുറത്തെ പ്രവർത്തനം, വാർഡിലെ മെമ്പർ, വാർഡിലെ സാധാരണ ഒരു പാർട്ടിയുടെ മെമ്പർ, ഏത് പാർട്ടി ആയിക്കോട്ടെ, അവർ വലിയ കൺസൾട്ടൻസ് ആണ്. ഇങ്ങനെ നിങ്ങൾക്ക് മെഡിക്കൽ കോളേജിൽ ആവശ്യം വന്നാൽ ആരെടുത്ത ചോദിക്കുക. നിങ്ങൾക്ക് വില്ലേജ് ഓഫീസിലൊരു സർട്ടിഫിക്കറ്റിൻ്റെ കാര്യം വന്നു കഴിഞ്ഞാൽ അന്നേരം ഈ രാഷ്ട്രീയ പ്രവർത്തകൻ്റെ അടുത്തല്ലേ പോവുക. ഒരാൾ പിന്നെ ഗൾഫിൽ കിടന്നിട്ട് അപകടം സീരിയസ് ആയി അല്ലെ മരിച്ചു, എങ്ങനെ കൊണ്ടുവരും? പിന്നെ ഉക്രൈനിലെ പിന്നെ കുറച്ച് വിദ്യാർത്ഥികൾ പെട്ടുപോയി, അപ്പോഴും അവിടുത്തെ പഞ്ചായത്ത് മെമ്പറുടെ അടുത്തോ അവിടുത്തെ പാർട്ടിക്കാരുടെ അടുത്തോ പോകുന്നത്. എല്ലാവരുടെയും കാര്യത്തിന് ഇറങ്ങി നടക്കുന്ന ഒരു കൺസൾട്ടൻസ് എന്ന് പറയാം. സാമൂഹ്യ പ്രവർത്തകർ അതാണ്. അവരുടെ വില പലപ്പോഴും നമ്മൾ കുറച്ചാണ് കാണുന്നത് അവരുടെ. ഞാൻ പറയുന്നത് ഏതെങ്കിലും പദവികളുള്ള ആളുകളുടെ അല്ല, ഏത് പാർട്ടിയിലെ ആത്മാർത്ഥതയുള്ള പ്രവർത്തകരെ ഞാൻ കാണുന്നത് അങ്ങനെ. രാഷ്ട്രീയ പ്രവർത്തകർക്ക് രാഷ്ട്രീയത്തിന് ആശയപരമായ വ്യത്യാസം കാണും. പക്ഷേ ഏത് രാഷ്ട്രീയ പാർട്ടിയിലായാലും ക്വാളിറ്റി ഇല്ലാത്തവന്മാരെ നമുക്ക് അംഗീകരിക്കാനും പറ്റില്ല. അതൊക്കെ ഇപ്പം പലതും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. ക്വാളിറ്റി ഇല്ലാത്ത ആളുകളും ധാരാളം വരുന്നുണ്ടാവും. പക്ഷേ അങ്ങനെയുള്ള രാഷ്ട്രീയ പ്രവർത്തകൻ ചിലപ്പം മന്ത്രിമാരാവുന്ന ആളുകൾക്ക് എടുക്കുന്ന ലോഡ് വളരെ കൂടുതലായിരിക്കും. അല്ലെന്ന് ഞാൻ പറയുന്നില്ല, പിന്നെ പലതരത്തിലുള്ള പ്രശ്നമുണ്ട്. പക്ഷേ ഏതൊരു രാഷ്ട്രീയ പ്രവർത്തകൻ്റെയും ഉത്തരവാദിത്വമാണ് ഈ പൊതുകാര്യങ്ങളെന്നുള്ള ബോധമാണ് നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയ പ്രവർത്തകർ. അപ്പോൾ അതുകൊണ്ട് ഇന്ന വകുപ്പിൽ നിന്ന് എല്ലാവരും ഇന്നതാണ് ഇങ്ങനൊരു ഉത്തരവാദിത്വം ഏൽപ്പിച്ചു എന്നുള്ളത് നിങ്ങളിൽ ഇത്രയും ഡിഫിക്കൽട്ടായ, വാസ്തവത്തിൽ ചരിത്രത്തിൽ നാളെ വരത്തക്ക വിധത്തിലുള്ള ഡിഫിക്കൽട്ടിയാണ് ഈ കാലഘട്ടത്തിൽ. എല്ലാവരും എൻ്റെ കൂടെ പ്രവർത്തിച്ചൊരു ഫിനാൻസ് സെക്രട്ടറി, ഇപ്പോൾ കേന്ദ്രത്തിലെ ഒരു സീനിയർ പോസ്റ്റ്, അദ്ദേഹം പറഞ്ഞു, സാറേ ഏറ്റവും ഡിഫിക്കൽട്ടായ
ഒരു ഇത്രയേറെ ബുദ്ധിമുട്ടുള്ള സമയത്ത് ഒരു ഫിനാൻസ് മിനിസ്റ്റർ ആയിരിക്കേണ്ടി വന്നത് സാറിനാണ് എന്നോട് പറഞ്ഞു. കാരണം സത്യമാണ്, ഈ ടാക്സിൻ്റെ GST വന്നതോടുകൂടി തന്നെ കഴിഞ്ഞ വർഷം മുൻപ് GSTക്ക് മുമ്പുണ്ടായിരുന്ന വരുമാനം കിട്ടുകയാണെങ്കിൽ 21,000 കോടിയും കൂടെ അധികം കിട്ടണമായിരുന്നു. 21,000 കോടിയാണ് കഴിഞ്ഞ വർഷത്തെ പഴയ കണക്ക് വെച്ച് കുറവ്. അതിന് കൂടെ കേന്ദ്രത്തിൻ്റെ സമീപനം അറിയാമല്ലോ, രാഷ്ട്രീയം ഉണ്ടല്ലോ അത്. അപ്പോൾ ഈ ധനകാര്യ സെക്രട്ടറിയെ പോലെ അവരെത്രയോ പേരുടെ വർക്ക് ചെയ്യുന്നതാണ്. വളരെ സീനിയറായ ഒരു ഓഫീസറിനോട് പറഞ്ഞെന്ന് ഞാൻ പറഞ്ഞല്ലോ. അത്രയും ഡിഫിക്കൽട്ടായ ഒരു പീരീഡിൽ പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് പിന്നെ പാർട്ടിയും LDFും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും ഒരു ചുമതല ഏൽപ്പിക്കുമ്പോൾ നമ്മൾ ആ റെസ്പോൺസിബിലിറ്റി ചെയ്യുമെന്നുള്ള പ്രതീക്ഷയുണ്ട്. അതിൻ്റെ ഒരു വലിയ ലോഡുണ്ട് നമ്മുടെ മനസ്സിൽ. മണ്ഡലത്തിലെ ജനങ്ങളുടെ അടുത്ത് ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്, സ്റ്റേറ്റിലാകെ ചെയ്യേണ്ട കാര്യമുണ്ട്. സ്റ്റേറ്റിൻ്റെ അവകാശത്തിന് വേണ്ടി സെൻട്രൽ ഗവൺമെൻറ്റുമായിട്ട് ഫൈറ്റ് ചെയ്യേണ്ട പ്രശ്നമുണ്ട്. ഫൈറ്റ് ചെയ്യുമ്പം സെൻട്രൽ സ്റ്റേറ്റും തമ്മിലുള്ള റിലേഷൻഷിപ്പ് വളരെ മോശമാകാതെ സൂക്ഷിക്കണം. എന്നാൽ പറയേണ്ട കാര്യങ്ങൾ പറയാതിരിക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മുടെ രാഷ്ട്രീയം ഇതാണ്. അപ്പോൾ ഞങ്ങളുടെ രാഷ്ട്രീയമാണ് ഞങ്ങൾ പറയുന്നത്, പക്ഷേ വേറെ പ്രശ്നമില്ല. ഇതൊക്കെ ബാലൻസ് ചെയ്യുന്നത് നല്ല ജോലിയാണ്. എപ്പോഴും സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻഷിപ്പിൽ സംഘർഷം വരികയും അവരുടെ യോജിച്ച് പോവുകയും ചിലപ്പോൾ യോജിച്ച് പോവുകയൊക്കെ ചെയ്യേണ്ട ഒരു ജോലി തന്നെയാണ്. അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നം വരും. എന്നാലും ഇതല്ലാതെ വേറൊന്നും അങ്ങനൊന്നും വിചാരിച്ചിട്ടില്ല. മറ്റ് പല വകുപ്പുകളും പലതരത്തിലുള്ള പ്രതിസന്ധികളും വിവാദങ്ങളും ഒക്കെ ഉണ്ടായപ്പോഴും എന്നാൽ ഇതിലൊന്നും പെടാതെ തൻ്റെ കാര്യങ്ങൾ ചെയ്തു പോയവരും വലിയ മെയ്വഴക്കം ഒരു 4 വർഷമായിട്ട് കേരളം കാണുന്നുണ്ട്. അല്ല, വിമർശനമൊക്കെ ഏറ്റവും കൂടുതൽ വരുന്നത് ധനകാര്യ വകുപ്പിനല്ലേ സാറിന്. വിമർശനം വ്യക്തി ഇങ്ങനെ ചെയ്തതല്ല, മൊത്തത്തിൽ വരുന്ന നിങ്ങളുടെ ഖജനാവ് പൂച്ചവെറ്റ് കിടക്കുകയാണ് എന്ന് പ്രതിപക്ഷം പറയുമ്പോൾ അല്ല, പൂച്ചവെറ്റ് കിടക്കുകയൊന്നുമല്ല, നിങ്ങൾ നോക്കിക്കോളൂ എന്ന് പറയുന്നതിന് നമ്മളും പറയും. പിന്നെ അതിനൊക്കെ പല കാര്യങ്ങളും ഇപ്പം തന്നെ GST ഇഷ്യൂ പോലുള്ള കാര്യങ്ങളിനകത്ത് സംസ്ഥാനങ്ങൾക്ക്, ഇത് കേരളത്തിനാണ് അല്ലെങ്കിൽ ഇന്ത്യയിലെ സംസ്ഥാനങ്ങൾക്കാണ്, അതിനകത്ത് ഇപ്പോൾ കർണാടകയും തെലുങ്കാനയും പഞ്ചാബും പിന്നെ തമിഴ്നാടും പ്രതിപക്ഷ സംസ്ഥാനങ്ങൾക്ക് ഒരുമിച്ചൊക്കെ ഭരണപക്ഷ സംസ്ഥാനങ്ങൾക്ക് ഈ പ്രശ്നം ഉണ്ടെങ്കിലും അവർക്ക് പക്ഷേ പൊളിറ്റിക്കലി പറയാൻ പറ്റത്തില്ല. അതിനെല്ലാവരുമായിട്ടും ചേരണം. കേരളത്തിലെ പ്രതിപക്ഷം ഉൾപ്പെടെ ആയിട്ട് ഈ കാര്യങ്ങളിൽ നമ്മൾ ചർച്ച ചെയ്യേണ്ടി വരത്തില്ല. അങ്ങനെ യോജിച്ച് സംസാരിക്കേണ്ട കാര്യങ്ങൾ യോജിച്ച് സംസാരിക്കാനും അല്ലാതെ പോകാനും പറ്റിയിട്ടുണ്ട്. തർക്കങ്ങൾ ധനകാര്യ വകുപ്പിനകത്ത് ഇത്രയും കൊടുത്താൽ പോരാന്നൊക്കെ പറയും. പക്ഷേ ഈ കാര്യങ്ങൾ ജനങ്ങളെ നമുക്ക് പഠിപ്പിക്കാൻ പറ്റിയെന്നാണ് എൻ്റെ വിശ്വാസം. ഇത് നമുക്ക് യഥാർത്ഥത്തിൽ കിട്ടേണ്ടത് കിട്ടുന്നില്ല എന്നുള്ള കാര്യം അത് ആദ്യം ആളുകൾ പറഞ്ഞു, എന്തിനാ ഇങ്ങനെ പരാതി പറയുന്നത്? എപ്പോഴും ഞാൻ ചുമതല ഏറ്റെടുത്ത സമയത്ത് എപ്പോഴും ഇങ്ങനെ നേരത്തെ ഇങ്ങനെയല്ല, പരാതി എന്തിനാണ് പറയുന്നത്? പരാതി പറഞ്ഞതല്ല, ഇതാണ് സ്ഥിതി എന്ന് പറയുകയായിരുന്നു. വസ്തുതയാണ്, ആ സ്ഥിതിയിൽ നമ്മൾ നിൽക്കുകയല്ല ചെയ്തത്. തീർച്ചയായും 47,000 കോടിയും ടാക്സും 7,000 കോടി നോൺ ടാക്സും ഉണ്ടായിരുന്നു. 54,000 കോടി ഉണ്ടായിരുന്നത് 95,000 കോടിയിലേക്ക് 4 വർഷം കൊണ്ട് എത്തുന്ന തരത്തിലേക്ക് നമ്മുടെ പ്രവർത്തനം നടത്തി. അതുകൊണ്ടാണ് പിടിച്ചു നിൽക്കുന്നത്. പക്ഷേ ഇനിയും എത്രയോ കിട്ടേണ്ടതായിരുന്നു എന്ന കാര്യം പറഞ്ഞിട്ടുണ്ട്. അപ്പം ഈ പ്രശ്നങ്ങൾ പറഞ്ഞു എന്നുള്ളതുകൊണ്ട് വർക്ക് ചെയ്യാതെ പുറകോട്ട് പോകാനല്ല ശ്രമിച്ചില്ല. അല്ല, ഈ പോരാട്ടത്തിനിടയിലും വ്യക്തിപരമായ ഒരു ജാഗ്രത പുലർത്തുന്നുണ്ട്. അടുത്തിടെ ഉണ്ടായ കത്ത് വിവാദത്തിലും അദ്ദേഹം പറഞ്ഞൊരു കാര്യം, ധനകാര്യമന്ത്രി പിന്നെ അതിൽ പെടാതെ തെന്നി മാറിയെന്നാണ് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ ഒരു അല്ല, ഞാൻ പറയട്ടെ, ഈ കത്ത് ഞാൻ പറഞ്ഞ നമ്മൾ ഓരോ ദിവസം പോകുമ്പം എത്ര പേരുമായിട്ട് നമ്മൾ സഹകരിക്കും, ആളുകൾ ഫോട്ടോ എടുക്കും, അല്ലെങ്കിൽ അതിനൊന്നും ഒരു വിവാദം ഉണ്ടാക്കുന്ന അർത്ഥമില്ലെന്ന് ഇപ്പോഴും നല്ല പണ്ടും എൻ്റെ അഭിപ്രായം തന്നെയാണ്. ഒരു പൊതുപ്രവർത്തകൻ ഇപ്പോൾ മുഖ്യമന്ത്രിയെയൊക്കെ കാണാൻ എത്ര പേര് വരും, മന്ത്രിമാരുടെ ഓഫീസ് വരും. നമ്മുടെ അറിവിൽ തെറ്റായ കാര്യങ്ങൾ നമ്മുടെ അടുത്ത് വരുന്ന പല ആളുകളും വന്ന് ഫോട്ടോ എടുത്തൊരു പ്രൊജക്റ്റ് എന്ന് പറഞ്ഞിട്ട് കൊണ്ട് തരുന്നത് പോലും ചിലപ്പോൾ ശരിയാവണമെന്നില്ല. നമുക്കറിയത്തില്ല. കാരണം ആ പ്രൊജക്റ്റ് മേടിച്ചെന്ന് പറഞ്ഞാൽ നമ്മളുടനെ അനുവാദമൊന്നും കൊടുക്കുമല്ല. നമ്മുടെ നാട്ടിലെ പ്രശ്നം എന്ന് പറഞ്ഞാൽ മീഡിയയുടെ ഒരു പ്രശ്നം കൂടിയാണ്. അങ്ങനെ ഇല്ലാത്ത കാര്യങ്ങൾ ആളുകളെ വിവാദത്തിൽ പിടിച്ചിടുന്നത് ശരിയല്ല. കുറച്ച് കഴിയുമ്പം ആ വിവാദം പോകും. എന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ ശരിക്കും കുഴപ്പം കാണിക്കുന്ന ആടെയും ഇല്ലാതൊരു ഫേക്കായിട്ടുള്ള കഥ പറയുന്ന ആടെയും കാര്യത്തിൽ ഒരുപോലെ സമൂഹം എടുക്കും. മാധ്യമങ്ങൾ കൊണ്ടിരുന്ന ശരിക്കും കുഴപ്പമുള്ള ആളെന്ന് വെച്ചു അയാളും രക്ഷപ്പെടും ഇതിൻ്റെ പേരിൽ. അപ്പോൾ അതുകൊണ്ട് മനഃപൂർവ്വം അങ്ങനെ ഒന്നും പോകുന്നതല്ല. പക്ഷേ പൊതുവിൽ കാര്യങ്ങളിൽ ശ്രദ്ധിക്കാറുണ്ട്. പരമാവധി നിയമപരമായ കാര്യങ്ങളും സിസ്റ്റവും അനുസരിച്ച് ചെയ്യണം. അതുകൊണ്ട് ധനകാര്യ വകുപ്പിന് ഏറ്റവും കൂടുതൽ മറ്റു വകുപ്പുകളിൽ നിന്ന് കൂടെ ചീത്തയും കേൾക്കും. കാരണം നമ്മൾ നാളെ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന കാര്യം ചിലപ്പോൾ 3 ദിവസം എടുത്ത് ചെയ്യാൻ പറ്റും. മന്ത്രി എന്ന നിലയിലാണേലും പിന്നെ വ്യക്തിപരമായ MLA എന്ന നിലയിൽ ഇപ്പോൾ ഈ മണ്ഡലത്തിലൊരു കാര്യം ചെയ്യണം. ഇപ്പോൾ ഈ ഇരിക്കുന്ന റെസ്റ്റ് ഹൗസ് തന്നെ ഇപ്പം നവീകരിച്ചു. പുതിയ റെസ്റ്റ് ഹൗസിൻ്റെ പ്രവർത്തനം വരികയാണ്. കേരളത്തിലെ റെസ്റ്റ് ഹൗസുകളെ പൊതുവായ KSRTC പോലുള്ള സ്ഥാപനങ്ങളിലൊക്കെ ഞാൻ കുറച്ച് അക്കാര്യത്തിനകത്ത് പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന അഭിപ്രായക്കാരനാണ്. നമ്മുടെ KSRTC ബസ് സ്റ്റാൻഡിൽ വരുന്നൊരു മറ്റ് സംസ്ഥാനക്കാരനോ ഒരു വിദേശിയോ അവിടെ ഒരു ടോയ്ലറ്റും ഇല്ല, ഇടിഞ്ഞു പൊളിഞ്ഞ് നാശിച്ച് കിടക്കുന്നൊരു ഇതിനെപ്പറ്റി എന്താ പറയുന്നത്, ഇത് മുടിഞ്ഞ വീട്ടിൽ കയറുന്ന പോലെ ആവും. അപ്പോൾ KSRTC ബസ് സ്റ്റാൻഡൊക്കെ നല്ലതാവണം. ഇതിന് നമ്മൾ തീരുമാനിച്ചാൽ ഞാൻ പറയാം, MLA എന്ന നിലയിൽ എൻ്റെ അനുഭവം പറയാം, എത്ര പ്രൊസീജിയർ പാലിക്കാതെ ചെയ്യാൻ പറ്റത്തില്ല. റേറ്റ് കൂടുതലാണെങ്കിൽ അതിന് പോയി വന്ന് പേപ്പറുകൾ പോയി നീണ്ടു. അപ്പോൾ ഈ ഒരു ബുദ്ധിമുട്ടുകളൊക്കെ എല്ലാ സ്ഥലത്തും ഉണ്ടാവും. അപ്പോൾ ധനകാര്യ വകുപ്പിൻ്റേതാണെങ്കിൽ ഈ എത്ര രൂപയുടെ ആയാലും പിന്നീടായിരിക്കുമല്ലോ അതിൻ്റെ
അന്വേഷണവും കാര്യം വരുന്നത്. അപ്പോൾ അതിൻ്റെ പ്രൊസീജിയർ പാലിക്കുമ്പോൾ എല്ലായിടത്തും ആ പരാതിയൊക്കെ കേൾക്കേണ്ടി വരും. എന്നാലും അങ്ങനെ ചെയ്യുന്നത് നിങ്ങൾക്ക് കൂടി നല്ലതാണെന്ന് ഞാൻ മറ്റ് ഓരോ സ്ഥലത്തുള്ളവർ പറയാറുണ്ട്. എല്ലാവരുടെയും പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പ്രൊസീജിയർ പാലിക്കുന്നത്. അപ്പോൾ അതൊക്കെ പിന്നെ പൊതുവിൽ ഈ കാര്യത്തിനകത്തൊക്കെ ജാഗ്രത പാലിക്കുന്ന എല്ലാവർക്കും നല്ലതാണെന്നാണ്. പക്ഷേ എല്ലാ കാര്യവും നമുക്ക് ഒരാൾ വരുമ്പോൾ അറിയാൻ പറ്റുന്നില്ല. ഈ തിരക്കുകൾക്കിടയിലും മണ്ഡലത്തിലെ കാര്യങ്ങളിൽ നന്നായി ശ്രദ്ധ പതിപ്പിക്കുന്നുണ്ട് തന്നെയാണ് ഒരു പൊതു അഭിപ്രായം. ഇങ്ങനെയാണ് കൊട്ടാരക്കരയിലെ വികസന പദ്ധതികളൊക്കെ എങ്ങനെയാണ്? ഒരു MLAക്കും ജനപ്രതിനിധിക്കും അത് ഏത് തരത്തിലായാലും രണ്ട് മേഖലയെ ശ്രദ്ധിക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. ഒന്ന്, ജനങ്ങളുടെ ദൈനംദിന പ്രശ്നങ്ങൾ ധാരാളം വരും, അവരുമായിട്ടുള്ള കാര്യങ്ങൾക്ക് പോകേണ്ടി വരും. രണ്ടാമത്തെ കാര്യം, ഈ നമ്മളൊരു കാര്യം ചെയ്യുമ്പം ഗിമ്മിക്കുകളിൽ മാത്രം നിന്നാൽ പോരാ. ഒരു മണ്ഡലം മാത്രമായിട്ട് വികസിക്കത്തുമില്ല. ഒരു മണ്ഡലത്തിൽ മാത്രം കുറേ കെട്ടിടം കെട്ടിയാൽ വികസിക്കുമോ? കേരളത്തിനെ സംബന്ധിച്ചൊരു ഫ്യൂച്ചറാണ് കേരളത്തിലെ ഒരു ഗവൺമെൻറ് എന്ന നിലയിൽ വേണ്ടത്. അപ്പോൾ ആ ഫ്യൂച്ചറിനൊപ്പം മണ്ഡലവും വരണം. അതിനകത്ത് നല്ലതുപോലെ രണ്ട് കാര്യത്തിലും സ്റ്റേറ്റിൻ്റെ കാര്യത്തിൽ അങ്ങനെ തന്നെ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് നമ്മുടെ നയസമീപനങ്ങൾ നമ്മൾ സ്വീകരിക്കുക. അതിപ്പോൾ നിങ്ങൾക്കറിയാം, സ്റ്റാർട്ടപ്പ് പുതിയ ആളുകൾ വരാൻ വേണ്ടിയിട്ടൊക്കെ ധാരാളം പദ്ധതികൾ നമ്മൾ നടപ്പിലാക്കുന്നുണ്ട്. കേരളത്തിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ ജനസംഖ്യ കുറയുന്നതാണ്, ആളുകൾ പുറത്തു പോകുന്നതല്ല. ആളുകൾ ഇപ്പം നമ്മളൊക്കെ 1-ാം ക്ലാസ്സിൽ ചേരുമ്പോൾ 6 ലക്ഷം പേരാണ് 1-ാം ക്ലാസ്സിൽ ചേർന്നുകൊണ്ടിരുന്നത്. ഇപ്പം 3 ലക്ഷം പേര് താഴെ ചേരുന്നുള്ളൂ. അപ്പോൾ ആൾ പുറത്തു പോയിട്ടാണോ? ജനസംഖ്യ കുറയുന്നു. അത് വികസിതമായ രാജ്യങ്ങളിലെല്ലാം ഉള്ള പ്രത്യേകത. അതിൻ്റെ ഭാഗമായിട്ട് എന്താ, നേരത്തെ ഒരു 3 ലക്ഷം പേര് അല്ല 2 ലക്ഷം പേര് പുറത്തോ മറ്റു സ്റ്റേറ്റിലോ ജോലിക്ക് പോയ പ്രശ്നമില്ല. ഭാവി വരുമ്പോഴത്തേക്ക് ഈ കുട്ടികളുടെ ഇവിടെ പുറത്തു പോയി ഇവിടെ പ്രായമുള്ളവർ മാത്രം, കാലിനില്ലാത്ത കാലം എന്ന് പണ്ടത്തെ കുഞ്ഞനമ്പ്യാരുടെ കവിത പോലെ അങ്ങനെയാവും. അങ്ങനെ ആയാൽ പറ്റില്ല. ആളുകൾക്ക് ഇവിടെ ജോലി കൂടുതൽ ചെയ്യാൻ പറ്റണം. മറ്റ് സ്ഥലത്തു നിന്നുള്ള ആളുകൾ ജോലി ചെയ്യാൻ ഇവിടെ വരണം. കേരളത്തെ സംബന്ധിച്ച് നമുക്ക് എല്ലാ കാര്യത്തിലും നമുക്ക് മാർക്കറ്റ് ചെയ്യാൻ പറ്റുന്ന ഒത്തിരി പോയിട്ടുണ്ട്. നല്ല ക്ലൈമറ്റ് ഉണ്ട്, എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകളുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സമാധാനമുള്ള, ഏത് രാത്രിയിലും പകലും പൊതുവിൽ സ്വസ്ഥമായിട്ട് ജീവിക്കാൻ പറ്റുന്ന, ഇറങ്ങി നടക്കാവുന്ന സ്ഥലമുണ്ട്. ക്ലൈമറ്റ് വളരെ നല്ലതാണ്. ഇപ്പോഴത്തെ ഇതനുസരിച്ച് നമുക്ക് ഭാഗ്യത്തിന് നമുക്ക് നല്ല വെള്ളത്തിൻ്റെയും നല്ല കാറ്റിൻ്റെയും വെയിലിൻ്റെയും ഒക്കെ ഏറ്റവും ക്ലീനായ എയറുണ്ട്. ഏറ്റവും പ്രധാനമായിട്ട് എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആണുങ്ങളും പെണ്ണുങ്ങളും, പുരുഷന്മാർ ചെറുപ്പക്കാർ മാത്രമൊന്നുമല്ല, നമ്മുടെ ഇച്ചിരി ഏജ്ഡ് ആയിട്ടുള്ള ആളുകൾ പോലും എത്ര കാലം വിദ്യാഭ്യാസമുള്ളവരാണ്. അപ്പോൾ എവിടെയും ഇതൊക്കെ ചെയ്യാൻ പറ്റുന്ന സാധ്യതയുണ്ട്. പ്രകൃതിയിൽ നമുക്ക് ധാരാളം കാര്യങ്ങൾ ഇനി നമുക്കിതിന് പറ്റുന്ന തരത്തിലേക്കുള്ള കൃഷിയൊക്കെ ചെയ്യാം. ഇതിനെ മാർക്കറ്റ് ചെയ്യുക, ഇവിടെ എംപ്ലോയ്മെൻറ്റ് ഉണ്ടാക്കുക. പുറത്തേക്ക് പോയിരിക്കുന്ന ആളുകൾ ഇപ്പോൾ പലരും, പ്രത്യേകിച്ച് ഇപ്പോൾ അമേരിക്കയിൽ ഇന്ത്യക്കാർക്കൊന്നും ജോലി വേണ്ട എന്ന് ട്രംപ് പറഞ്ഞല്ലോ. IT പോലും എത്നിക് ഇഷ്യൂസ് പലയിടത്തും വരുന്നുണ്ട്. നിങ്ങളുടെ പ്രദേശം, നിങ്ങളുടെ ജാതിയേക്കാളും കൂടുതൽ ദേശീയത, ഏഷ്യൻ, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരും. അപ്പോൾ ഇത് പലയിടത്തും വരുന്നുണ്ട്. തൽക്കാലത്തേക്ക് തോന്നും. പക്ഷെ നമുക്ക് ഏറ്റവും സുരക്ഷിതത്വം തോന്നുന്ന എവിടെ? നമ്മുടെ വലിയ സമ്പത്തിലും നമ്മുടെ വീട്ടിൽ കിടന്നുറങ്ങുമ്പോൾ, നമുക്കൊരു സ്വന്തം വീടുണ്ട്, ഒരു ലൈഫിൻ്റെ വീടാണ്. അതിൽ കിടന്നുറങ്ങുമ്പോൾ ഒന്നുമല്ല വേറത്തെ നമ്മുടെ മേളിൽ വരില്ലല്ലോ എന്നുപോലെ നമ്മുടെ നാടിനൊരു പ്രത്യേകതയുണ്ട്. അത് കൂടുതൽ അംഗീകരിക്കപ്പെട്ടു വരിക. അങ്ങനെയുള്ള ആളുകൾക്ക് ഇവിടെ ജോലി ചെയ്യാൻ പറ്റും, അതിനുള്ള സംവിധാനം ഉണ്ട് എന്നുള്ളത് തെളിയിക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യം. അത് ഇന്ത്യയിൽ, കേരളത്തിലാകെ നമ്മൾ ചെയ്യുന്നുണ്ട്. വർക്ക് നിയർ ഹോം, ഓരോ പ്രദേശം ജോലിയിൽ, സ്റ്റാർട്ടപ്പുകൾ, പുതിയ തരത്തിൽ ധാരാളം പുതിയ സ്ഥാപനങ്ങൾ വരുന്നുണ്ട്. ഇൻഡസ്ട്രിയിൽ വരുന്നുണ്ട്, പിന്നെ ടൂറിസത്തിൽ വരുന്നുണ്ട്, കൊമേഴ്സുമായി ബന്ധപ്പെട്ട് വരുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് കൊട്ടാരക്കരയിലും വേണം. ഞാൻ പറയുന്നത് അങ്ങനെയാണ്. നല്ല വിദ്യാഭ്യാസം വേണം. വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ നഴ്സിംഗ് കോളേജ് ഒരെണ്ണം ഇവിടെ ഈ സമയത്ത് വന്നു. MG യൂണിവേഴ്സിറ്റി കീഴിലുള്ള CPASൻ്റെ നഴ്സിംഗ് കോളേജ് ഇവിടെ IHRD ക്യാമ്പസിലാണ്. അവർക്ക് പുതിയ സ്ഥലം കണ്ടെത്തി കെട്ടിടം വെക്കാൻ പണം വെച്ചിട്ടുണ്ട്. ഒരു പുതിയ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് വന്നു IHRD ക്യാമ്പസിൽ തന്നെ. IHRDയുടെ തന്നെ ഒരു ക്യാമ്പസാണ്. നമ്മുടെ ഇവിടെ പിന്നെ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റിന് ധാരാളം പ്രാധാന്യം വേണം. അത് നമ്മുടെ ഇൻ്റർനാഷണൽ ആയിട്ടുള്ള അക്കൗണ്ടിങ് പ്രാക്ടീസ് പരിശീലിപ്പിക്കുന്ന ചില കോഴ്സുകൾ നടത്തി കുറേ കുട്ടികൾക്ക് അത് ജോലി കിട്ടി. വളരെ പ്രശസ്തമായ സോഹോ കോർപ്പറേഷനുണ്ട്. ലോകത്തെ ഏറ്റവും പ്രശസ്തമായ ഈ ഐ ടിയിലെ പ്രൊഡക്റ്റുകളാണ് അവർ. സോഫ്റ്റ്വെയർ ഈ TCS പോലല്ല, അവർ കുറച്ചുകൂടി ഡേ ടു ഡേ നിങ്ങളുടെ ബിസിനസ് മാനേജ്മെൻറ്റ് ചെയ്യുന്ന സോഫ്റ്റ്വെയർ, ഓഫീസ് സ്യൂട്ട് എന്നൊക്കെ പറയുന്നതും, അതുപോലെ തന്നെ ടെക്നിക്കലായ പുതിയ കാര്യങ്ങൾ റിസർച്ച് ചെയ്യുന്നതാണ്. അവരുടെ സ്ഥാപനത്തിന് R&D സെൻറ്റർ ഇവിടെ കൊണ്ടുവന്നു. എല്ലാവരും വളരെ സീനിയർ ഉദ്യോഗസ്ഥന്മാരുൾപ്പെടെ എങ്ങനെയാണ് അവർ വന്നത്, അവരെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും വേണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അവർ വന്നത് ഇവിടെ നല്ല ഒരു ടാലൻ്റ് ഉള്ളതുകൊണ്ട് ഇവിടെ പറ്റുമെന്നുള്ളത് കൊണ്ടാണ് നമ്മളൊത്തിരി വർക്ക് ചെയ്തത്. ആ വന്നത് അവർക്ക് നല്ല ഇമ്പ്രഷൻ തോന്നിയതുകൊണ്ട് മുഖ്യമന്ത്രി തന്നെയാണ്. അപ്പോൾ മുഖ്യമന്ത്രി ചെറിയൊരു സ്ഥാപനമായിട്ട് മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തത്. 50 പേർക്ക് വർക്ക് ചെയ്യാവുന്നൊരു സ്ഥലത്ത് മുഖ്യമന്ത്രി സാധാരണ വരില്ല. മുഖ്യമന്ത്രിയോടെ പറഞ്ഞ് അദ്ദേഹം വന്നു. അവരിപ്പോൾ പുതിയൊരു IT പാർക്ക്, IT എന്ന് പറഞ്ഞാൽ നമ്മൾ കാണുന്ന കൺവെൻഷണൽ IT മാത്രമല്ല, ഈ അവിടെ പിന്നെ റോബോട്ടിക്സ് തുടങ്ങി പല മേഖലയിലുള്ള റിസർച്ച് നടക്കുന്നതാണ്. അവർ ഇപ്പം നമ്മുടെ ഇവിടെ തന്നെ കൊട്ടാരക്കരയോടെ ഇറങ്ങി നെടുവത്തൂരിൽ ഒരു സ്ഥലം മേടിച്ച് അവിടെ 250 പേര് ഇപ്പോൾ വർക്ക് ചെയ്യാവുന്ന ഒരു പാർക്ക് വന്നു. കൂടുതൽ എക്സ്പാൻഷൻ വരുമെന്ന് ഞാൻ കരുതുന്നത്. ഇവിടെ തന്നെ വർക്ക് നിയർ ഹോം ഇപ്പോൾ ഈ ഓണം കഴിഞ്ഞാൽ സെപ്റ്റംബർ അവസാനം
എങ്കിലും അത് ഉദ്ഘാടനം ചെയ്യാന്നുണ്ട്. ഒരു 10,000 സ്ക്വയർ ഫീറ്റ് നമ്മുടെ ഇവിടെ തന്നെ BSNL സ്ഥലം 10 വർഷത്തേക്ക് ലീസ് എടുത്ത് അത് ചെയ്യും. അപ്പോൾ അത് ഉദ്ഘാടനം ചെയ്ത് കഴിഞ്ഞാൽ വരാനുള്ള വലിയ ബിൽഡിംഗ് ഉദ്ഘാടനം ചെയ്തിട്ട് മാത്രം കാര്യമൊന്നുമില്ല. ഇത് പുതിയ ബിൽഡിംഗ് അല്ല, അതിനെ ഫർണിഷ് ചെയ്തെടുക്കുകയാണ്. അതിനകത്തൊരു 200 പേര് 250 പേര് വർക്ക് ചെയ്യാം. അതിന് പറ്റുന്നതിന് ആൾ വരാനുള്ള ശ്രമം കൂടി നമ്മൾ നടത്തുന്നുണ്ട്. ഈ കൊട്ടാരക്കരയിൽ തന്നെ ഉള്ള ആളുകളുണ്ട്. കൊട്ടാരക്കരയിൽ നിന്നുള്ള ആളുകൾ എത്രയോ മേഖലയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരുടെ സ്ഥാപനങ്ങൾ അവർ ചില ആളുകൾ വന്ന് വർക്ക് ചെയ്യാൻ പറ്റുവാണെങ്കിൽ അത് നല്ലത്, അത് വരും. അപ്പോൾ അത് രണ്ടും കൂടെ വന്നാൽ ഏകദേശം 500 പേര് വർക്ക് ചെയ്യുന്ന ഈ വർഷം തന്നെ 500 പേര് IT മേഖല വരും. ഇത് മാത്രമല്ല, നമ്മൾ സ്വകാര്യ ഇൻഡസ്ട്രിയൽ പാർക്കുകൾ ചിലത് ഇവിടെ വരാനുള്ളത്. ഇപ്പോൾ ഒരു പോളിസി ഉണ്ട് നമുക്ക്. വിഴിഞ്ഞം തുറമുഖം വന്നതോടുകൂടി വിഴിഞ്ഞം കൊല്ലം പുനലൂർ കോറിഡോർ നമ്മൾ പ്രഖ്യാപിച്ചു. ഇതുമായി ബന്ധപ്പെട്ട് ധാരാളം വ്യവസായ സ്ഥാപനങ്ങൾ വരാൻ പറ്റും. പലതരത്തിലുള്ള വ്യവസായങ്ങളാണ്. കാരണം നമ്മൾ ഉദ്ദേശിക്കുന്ന പോലല്ല, 25,000 ലോഡ് സാധനങ്ങൾ ഒറ്റ കപ്പലെ കയറ്റാവുന്ന കപ്പലെടുക്കുന്ന തുറമുഖം എന്ന് പറഞ്ഞാൽ ഈ 25,000 ലോഡ് പോയിട്ട് 250 ലോഡ് സാധനം ഇവിടെ ഉണ്ടാക്കുന്നുണ്ടോ? ശരിയാണ്. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ പറ്റുന്ന തരത്തിലേക്കുള്ള ധാരാളം സ്ഥാപനങ്ങൾ വരാം. അസംബ്ലിങ് ആവാം, ഇതിനെ ഫർമിഷ് ചെയ്യുന്നതാവാം, വാല്യൂ ആഡഡ് പ്രോസസ്സിങ് ആവാം. ഈ കണ്ടെയ്നർ ഷിപ്പുകൾ വരുമ്പോൾ എല്ലാം ഇവിടുന്ന് കയറ്റണമെന്നല്ല, മറ്റ് ലോകരാജ്യങ്ങളിൽ നിന്ന് വരുന്ന കണ്ടെയ്നർ ഷിപ്പുകൾ ഇവിടെ വന്നിട്ട് ഇതേ കയറ്റുകയാണ്. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് ഇവിടുന്ന് കൊച്ചി വിട്ടിട്ട് കൊച്ചിയിൽ നിന്ന് കൊളംബോയിൽ പോയി കയറ്റുന്ന ചിലവില്ല, ഇവിടെ വരാം. അപ്പോൾ ഇതിന് ഫാക്ടറികൾ ഇവിടെ വരാം. അതാണ് ഈ വികസന ത്രികോണം എന്ന് പറഞ്ഞത്. അതിൻ്റെ ഭാഗമായിട്ട് കുറച്ച് പ്രൈവറ്റ് ഇൻഡസ്ട്രിയൽ പാർക്കുകളും ഗവൺമെൻറ് ഇൻഡസ്ട്രിയൽ പാർക്കും ഗവൺമെൻറ് പാർക്കുകളൊക്കെ വരുന്നുണ്ട്. കൊട്ടാരക്കരയിൽ അതിനുള്ള ചില സ്വകാര്യ ഇൻഡസ്ട്രിയൽ പാർക്കുകൾ വരും ഈ ഘട്ടത്തിൽ. IT മേഖലയിൽ ഗവൺമെൻറ് തന്നെ പണം മുടക്കിയിട്ട് ഗവൺമെൻറ് മേഖലയിലുള്ള IT ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു രവിനഗറിൽ ഒരു 80 കോടി രൂപയുടെ ഒരു IT പാർക്ക് വരുന്നു. വലിയ IT പാർക്കായിരിക്കും. അപ്പോൾ ഇത് രണ്ടും കൂടെ ഡെവലപ്പ് ചെയ്യുമ്പോൾ പിന്നെ കൂടുതൽ സ്പേസ് ആവശ്യമായി വരില്ല എന്നാണ് കരുതുന്നത്. അത് വരുമ്പോൾ അത്രയും പേർക്ക് ജോലി കിട്ടും. ഇത് മാത്രം കൊണ്ട് കാര്യമില്ല. ഇപ്പോൾ ഫുഡ് പ്രോസസ്സിങ്ങുമായി ബന്ധപ്പെട്ട് ചില ഇൻഡസ്ട്രീസ് വരണം. നമ്മൾ ഇവിടുന്ന് തന്നെ ലോക പ്രശസ്തരായിട്ടുള്ള അല്ലെങ്കിൽ ലോകത്തെ പല സ്ഥലങ്ങളിലും ബിസിനസ് നടത്തുന്ന ചില വ്യക്തികളുണ്ട്. അവരോടൊക്കെ നമ്മൾ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്. കാഷ്യൂ പോലെയൊക്കെയുള്ള ഇൻഡസ്ട്രിയിലുള്ളവർക്ക് വലിയ പരിചയമുണ്ട് ഇത്തരം ഫുഡ് ഇൻഡസ്ട്രി ആയിട്ട്. അപ്പോൾ അങ്ങനെ നമുക്ക് ചില കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഇതുകൂടാതെ ഇപ്പോൾ ഈ എഡ്യൂക്കേഷൻ്റെ കാര്യങ്ങൾ കൂടുതൽ വേണം. കുറച്ചുകൂടെ തൊഴിൽ വരത്തക്ക വിധത്തിൽ കാർഷിക മേഖല ഉൾപ്പെടെ തൊഴിൽ വരാനുള്ള ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്. അതേപോലെ അടിസ്ഥാന സൗകര്യത്തിൽ നല്ല റോഡുകളും ബൈപ്പാസാണ് കൊട്ടാരക്കര ഏറ്റവും വലിയ പ്രശ്നം. കൊട്ടാരക്കര 1 മണിക്കൂർ 2 മണിക്കൂറാണ് MC റോഡിൽ തടസ്സം. 300 കോടി രൂപയുടെ ഒരു പ്രൊജക്റ്റാണ്. അതിൻ്റെ ലാൻഡ് അക്വിസിഷന് ഒത്തിരി നടപടിക്രമമുണ്ട്. ആളുകളുടെ ഹിയറിങ് അതിൻ്റെ ഒരു ഫൈനൽ സ്റ്റേജിലേക്ക് എത്തുകയാണ്. വാസ്തവത്തിൽ ആ റോഡും പാലവും എല്ലാം കൂടെയുള്ള ഡിസൈൻ പൂർത്തീകരിച്ച് വെച്ചിരിക്കുകയാണ്. അവർ ഏകദേശം തയ്യാറായി വെക്കും. അങ്ങനെയാണ് ഇത് വന്നു കഴിയുമ്പോഴത്തെ പെട്ടെന്ന് ചെയ്യത്തക്ക വിധത്തിലേക്കുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ ആ ബൈപ്പാസ് വരിക എന്ന് പറയുമ്പോഴത്തേക്ക് കൊട്ടാരക്കരയുടെ ഒരു പൊതുവിലുള്ള ട്രാഫിക് കൺജഷൻ്റെ ഒരു പ്രശ്നം മാറും. സാംസ്കാരിക രംഗത്ത് കൊട്ടാരക്കരയ്ക്ക് വലിയ പാരമ്പര്യമുണ്ട്. ഇപ്പോൾ നിങ്ങൾ തന്നെ കഥകളിയുടെ ആണല്ലോ ഷട്ടിൽ വെച്ചേക്കുന്നത്. അപ്പോൾ ഈ കഥകളിയുടെ ഉൾപ്പെടെ തുടക്കം കൊട്ടാരക്കര തമ്പുരാൻ, അങ്ങനെ സാംസ്കാരികമായ കാര്യമുണ്ട്. പിൽഗ്രിം സെൻറ്ററുകൾ വളരെ പ്രധാനപ്പെട്ട ഈ കൊട്ടാരക്കര ഗണപതി ക്ഷേത്രം മുതൽ എത്രയോ അത്തരം ദേവാലയങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ടൂറിസത്തിൻ്റെ കാര്യങ്ങൾ കുറേ കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്. അതിപ്പോൾ മീൻപിടിപ്പാറ കൊട്ടാരക്കര ടൗണിൽ, അതുപോലെ മുട്ടമരുതിമല, കൊല്ലം കേന്ദ്രീകരിച്ച് ധാരാളം കാര്യങ്ങൾ വരുന്നുണ്ട്. അതിനകത്ത് ജൈവ വൈവിധ്യ സർക്യൂട്ട്, കൊല്ലത്ത് ഓഷനേറിയം, കൊല്ലത്ത് തന്നെ അതേപോലെ വലിയ കുറേ പ്രൊജക്റ്റ് വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ടൂറിസം വലിയ തോതിൽ വരും. കൊല്ലം ടൗണിൽ തന്നെ IT പുതിയ സ്ഥാപനങ്ങൾ വരുന്നതിന് വേണ്ടിയിട്ടുള്ള നിർമ്മാണം ഇപ്പോൾ ആരംഭിക്കും. കൊട്ടാരക്കര ശ്രീധരൻ നായർ അദ്ദേഹത്തിൻ്റെയും അതുപോലെ തന്നെ ഭരത് മുരളിയും രണ്ടുപേരുടെയും നാടാണ് കൊട്ടാരക്കര. സിനിമാ രംഗത്ത് കുലപതികളാണ്. അവരുടെ സ്മരണ നിലനിർത്താൻ വേണ്ടി വലിയൊരു തിയേറ്റർ സമുച്ചയം ഇപ്പോൾ ഇവിടെ വരുന്നുണ്ട്. പിന്നെ നമ്മുടെ നഗരത്തിൻ്റെ നടുക്കാണ് ജയിൽ. ഭയങ്കര കൺജഷനാണ്. എന്നുവെച്ചാൽ ചെറിയ സ്ഥലമാണ്, അത്രയും പേർക്ക് കിടക്കാൻ പോലും സ്ഥലമില്ല. ആ ജയിൽ അവിടെ നിന്ന് മാറ്റി സ്ഥാപിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അത് 5 ഏക്കർ സ്ഥലം നമ്മുടെ കില ETC കോംപ്ലക്സിൽ കണ്ടിട്ടുണ്ട്. അതിൻ്റെ നിർമ്മാണം അടിയന്തരമായിട്ട് തുടങ്ങാൻ വേണ്ടിയിട്ടുള്ള സമീപനം എടുക്കുകയാണ്. ജയിലാകുമ്പം കുറച്ച് പ്രക്രിയ ഉണ്ടല്ലോ, മതിലാദ്യം നല്ലത് കിട്ടണം, അത് കഴിഞ്ഞങ്ങനെ വരിക. അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ആ സ്ഥലം നമുക്ക് വേറെ നല്ലതായിട്ട് ഉപയോഗിക്കാൻ പറ്റും. കൊട്ടാരക്കര ടൗണിൽ ബാലകൃഷ്ണ സാറിൻ്റെ പേരുള്ള സ്മാരകം വരുന്നു. കൊട്ടാരക്കര ടൗൺ സ്ക്വയർ കുറച്ചുകൂടെ കമനീയമാക്കുന്നുണ്ട്. നമ്മളിരിക്കുന്ന തൊട്ടപ്പുറത്താണ് കഥകളി കേന്ദ്രം, പഠന കേന്ദ്രം എന്ന് പറഞ്ഞിട്ടൊരു, അതിൻ്റെ ഇപ്പോൾ അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷനിലായി, അതവിടെ തുടങ്ങാൻ പറ്റും. ഇവിടെ മണ്ഡലത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ എല്ലാ പഞ്ചായത്തുകളിലും നമ്മൾ ഗ്രൗണ്ടുകൾ, സ്റ്റേഡിയം, കാരണം ഫിസിക്കൽ ഫിറ്റ്നസ് വളരെ പ്രധാനമാണ്. പ്രായമുള്ളവർക്കും ചെറുപ്പക്കാർക്കൊക്കെ പോയി നടക്കാനും കളിക്കേണ്ടവർക്ക് കളിക്കാനും ഒക്കെ പറ്റുന്ന ഗ്രൗണ്ടുകൾ എല്ലായിടത്തും വരുന്നുണ്ട്. കൊട്ടാരക്കര ടൗണിലും മറ്റെല്ലാ പഞ്ചായത്തിലും. പിന്നീട് എല്ലാ സ്ഥലത്തും ഒരു നല്ല ജലാശയം നമ്മൾ കൃത്യമായിട്ട് വൃത്തിയാക്കുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങൾ വന്നിട്ടുണ്ട്. പിന്നെ എല്ലാ പഞ്ചായത്തിലും ടൗണിലും
ഇപ്പോൾ വലിയ മാർക്കറ്റുകൾ, ഇപ്പോൾ ഷോപ്പിംഗ് കോംപ്ലക്സുകൾ, ഫിഷ് മാർക്കറ്റ് വലിയ മാർക്കറ്റ് ഇപ്പോൾ ഇവിടെ കൊട്ടാരക്കര ഒരു 2 മാസം 3 മാസത്തിനകം അത് പൂർത്തീകരിക്കും. മറ്റ് സ്ഥലങ്ങളിൽ അതേപോലുള്ള മാർക്കറ്റുകൾ വരുന്നുണ്ട്. അത് നേരത്തെ ഉള്ള സ്കീമുകളുണ്ട്, പുതിയ സ്കീമിനകത്ത് ഫണ്ട് വെച്ചിട്ടുണ്ട്. വെളിയത്ത് സ്ഥലമില്ല സ്വന്തമായിട്ട്, ആ സ്ഥലം കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങൾ ഇപ്പോൾ പൂർത്തീകരിക്കും ഗവൺമെൻറ് തന്നെ. പിന്നെ അവിടെ നല്ല ഷോപ്പിംഗ് കോംപ്ലക്സ് വരും. എഴുകോണിൽ പണി തുടങ്ങി, ഇവിടെ പിന്നെ പൂർത്തീകരിച്ചു കഴിഞ്ഞു. നമ്മുടെ പുത്തൂർ പൂർത്തീകരിച്ചു, കൊട്ടാരക്കര ഇപ്പോൾ കംപ്ലീറ്റ് ചെയ്യും. പുതുതായിട്ട് ഫണ്ട് അനുവദിച്ചിട്ട് മൈലം പഞ്ചായത്തിൻ്റെ കേന്ദ്രത്തിൽ മൈലം പഞ്ചായത്ത് ഓഫീസിന് അടുത്ത് വരുന്നുണ്ട്. കലയപുരത്ത് പുതുതായിട്ട് വരുന്നുണ്ട്. ഉമ്മന്നൂർ മാർക്കറ്റിന് സ്ഥലം കിട്ടിയിട്ടില്ല, അവിടെ മറ്റു ചില കാര്യങ്ങളാണ് വരുന്നത്. എല്ലാ സ്ഥലത്തെയും സ്കൂളുകളും ആശുപത്രികളും ഒക്കെ പുതുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. ഇപ്പോൾ എഡ്യൂക്കേഷൻ കോംപ്ലക്സ് ഇപ്പോൾ കംപ്ലീറ്റ് ചെയ്യും. നമ്മുടെ പിന്നെ വില്ലേജ് ഓഫീസുകൾ പുതുത് വന്നിട്ടുണ്ട്. നമ്മുടെ രജിസ്ട്രേഷൻ ഓഫീസ് ഇപ്പം ഉദ്ഘാടനം കാത്തു കിടക്കുകയാണ്. ചില സാധനങ്ങൾ കൂടെ കിട്ടാറുണ്ട് അവർക്കെന്നാണ് പറഞ്ഞത്. ചില ഈ പിന്നെ അവരുടെ ഒഫീഷ്യലായിട്ടുള്ള ചില റെക്കോർഡ് സൂക്ഷിക്കുന്നതിന് പറ്റിയുള്ള ചില സാധനങ്ങൾ വരാനുണ്ട്. താലൂക്ക് ആശുപത്രിയുടെ പണി നമ്മൾ നേരത്തെ തുടങ്ങിയെങ്കിലും ആ കോൺട്രാക്ടർ അത് കംപ്ലീറ്റ് ചെയ്യാത്തതുകൊണ്ട് അവരിപ്പോൾ അത് അതിൽ ഒഴിവാക്കി വിട്ടു. 80 കോടിയോളം രൂപയുടെ നിർമ്മാണം ഇനി പൂർത്തീകരിക്കാനുണ്ട്. അത് ഇപ്പോൾ പുതിയ ടെൻഡർ വിളിച്ചേക്കുന്ന ഈ മാസം അവസാനം അതിൻ്റെ ടെൻഡറാവും. അങ്ങനെ അടിസ്ഥാന സൗകര്യങ്ങൾക്ക് കുറേ കാര്യങ്ങൾ വന്നിട്ടുണ്ട്. ഇതുകൂടാതെ നമ്മുടെ ഈ കില ക്യാമ്പസ് ഉണ്ടല്ലോ, അതൊരു എഡ്യൂക്കേഷൻ ഹബ്ബാക്കാൻ പറ്റുന്ന സ്ഥലമാണ്. അപ്പോൾ അവിടെ IHRD ഉണ്ട്, നവോദയ വിദ്യാലയമുണ്ട്, കേന്ദ്രീയ വിദ്യാലയക്ക് അവിടെ നമ്മൾ കാര്യങ്ങൾ വരാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടക്കുന്നുണ്ട്. സ്ഥലം കൊടുക്കാൻ ധാരണയായി അവർക്ക് കേന്ദ്രീയ വിദ്യാലയം വരാം. അവിടെ തന്നെ നഴ്സിംഗ് കോളേജിന് അവിടെ തന്നെ ക്ലാസ് തുടങ്ങി. ഇപ്പോൾ അവർ ടെമ്പററി ആയിട്ടാണ് ഇവിടെ വർക്ക് ചെയ്യുന്നത്. നഴ്സിംഗ് കോളേജിന് അവിടെ സ്ഥലം വന്ന് നഴ്സിംഗ് കോളേജ് അവിടെ ആവാം. പിന്നീട് അവിടെ തന്നെ ഒരു സയൻസ് പാർക്ക്, സയൻസ് മ്യൂസിയം എല്ലാം കൂടെ വരുന്ന ഒരു അട്രാക്ഷനാണ് കുട്ടികൾക്കുള്ളത്. അതൊരെണ്ണം പിന്നെ വരാൻ വേണ്ടിയുള്ള പണം വെച്ചിട്ടുണ്ട് ബഡ്ജറ്റിൽ. നവകേരള സദസ്സിൻ്റെ ഭാഗമായിട്ട് പിന്നെ ഞാൻ ഈ പറഞ്ഞ തിയേറ്റർ കോംപ്ലക്സ് വെച്ചിട്ടുണ്ട്. വലിയൊരു ഗ്രൗണ്ടിനുള്ള പണം വെച്ചിട്ടുണ്ട്. അതും ആ ഭാഗത്ത് തന്നെ വരാം. പിന്നെ ഒരു ചെറിയ അഗ്രി പാർക്കോ മറ്റു കാര്യങ്ങളോ വരാവുന്നൊരു സംഗതിയും കൂടെ വരാം എന്നുള്ള തരത്തിലാണ് അവിടെ കാണുന്നത്. അപ്പോൾ അതിനൊക്കെ കുറച്ച് ഫണ്ട് വെച്ചിട്ടുണ്ട്. ഇത് ഇംപ്ലിമെൻ്റ് ചെയ്ത് വരുന്നേ ഉള്ളൂ. ഇപ്പം സയൻസ് മ്യൂസിയം വലിയൊരു അട്രാക്ഷനാവും. എല്ലായിടത്തുനിന്നും പ്ലാനറ്റോറിയം കൂടെ ഒക്കെ വരാവുന്ന തരത്തിലേക്ക് ഒരു സാധനമാണ് പിന്നീട് ആലോചിക്കുന്നത്. പിന്നീട് പിന്നെ അവിടെ തന്നെ ഡ്രോൺ റിസർച്ച് പാർക്ക് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. നാളെ ചെന്നൈ IIT നിന്ന് വരുന്ന ചില സീനിയർ ഉദ്യോഗസ്ഥന്മാരുമായിട്ട് കൂടിക്കാഴ്ച വെച്ചിട്ടുണ്ട്. നമ്മളിവിടെ ഡ്രോൺ റിസർച്ച് പാർക്കിന് കേസ് എന്ന് പറഞ്ഞൊരു ഓർഗനൈസേഷൻ ഉണ്ട് നമ്മുടെ ഈ തൊഴിൽ വകുപ്പിൻ്റെ. അവരുടെ മുൻപന്തിയിലാണ് ഡ്രോൺ സംബന്ധിച്ച ഈ പരിശീലനം കൊടുക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട കാര്യമാണല്ലോ. അതിനും ഈ സ്ഥലത്ത് തന്നെ നമ്മുടെ ഈ ETC കോമ്പൗണ്ടിൽ തന്നെ ഒരു കാര്യം ചെയ്യാനാണ്. അപ്പോൾ അത്രയും കാര്യങ്ങൾ അതൊക്കെ ഫ്യൂച്ചറാണ്. ഞാൻ പറഞ്ഞത് ഫ്യൂച്ചറിന് വേണ്ടി ഇതൊക്കെ കൊട്ടാരക്കരയിൽ IT ആയാലും സാധാരണ തൊഴിലാളിക്കായാലും ഫുഡ് ഇൻഡസ്ട്രിക്കായാലും അഗ്രികൾച്ചർ ബേസ്ഡ് ആയാലും കുട്ടികൾക്ക് പഠിക്കാനായാലും ITIയുടെ പുതിയ കെട്ടിടം വരുന്നു, പുതിയ സൗകര്യങ്ങളവിടെ വരുന്നു. നമ്മുടെ വെളിയും ITI, പോളിടെക്നിക്ക് അവിടെ കുറച്ചുകൂടി ഫെസിലിറ്റീസ് വരുന്നുണ്ട് നമ്മുടെ എഴുകോണ്. അപ്പോൾ ഓരോ സ്ഥലത്തെ സ്കൂളുകളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും എല്ലാം നല്ലതുപോലെ വരിക. അതിനൊപ്പം ഗ്രൗണ്ടുകളും റോഡുകളും ഒക്കെ നല്ലപോലെ വരിക. റോഡുകളൊക്കെ വളരെ അപൂർവം റോഡുകളെ ഉള്ളൂ ഇനി ശരിയാക്കാൻ. പഞ്ചായത്ത് ചെയ്യേണ്ട കാര്യമായപ്പോലും നമ്മൾ ഗ്രാമീണ റോഡ് പദ്ധതിപ്പെടുത്തിയിട്ട് CMLRP പെടുത്തി അത് വെച്ചിട്ടുണ്ട്. ഇന്നിപ്പം ഓണത്തിന് നമ്മുടെ ധനകാര്യമന്ത്രി എന്ന നിലയിൽ എനിക്ക് സന്തോഷത്തോടെ ഇരിക്കാം. 2 പെൻഷൻ കൊടുത്തു. ഇപ്പം പിന്നെ DA ഇന്നലെ അനൗൺസ് ചെയ്തു. ഏറ്റവും കുറഞ്ഞ ഒരു 700 രൂപ മുതൽ 5000 രൂപ വരെ ഒരു സർക്കാർ ജീവനക്കാരന് ഒരു മാസം അധിക വരുമാനം കിട്ടുമെന്നുള്ളത് ആണ് അതിൻ്റെ അർത്ഥം. നന്നായിട്ട് ആസ്വദിക്കാൻ എല്ലാവർക്കും പറ്റും. എന്തായാലും ജനങ്ങൾക്കെല്ലാം ഒപ്പം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിൻ്റെ എല്ലാ സഹായവും നമ്മുടെ നാട്ടിലെ എല്ലാവർക്കും ഒപ്പമുണ്ട്. കുറച്ച് കഴിയുമ്പം തിരുവനന്തപുരത്ത് നിന്ന് കൊട്ടാരക്കരയിലോ അവിടുന്ന് അടൂരോ അല്ലെങ്കിൽ കൊല്ലത്തോ പോകാൻ ഡ്രോണ് പറന്ന് വരേണ്ട സൗകര്യം ഉണ്ടാവും. പഴി കേൾക്കുന്ന 2 ഘടകങ്ങളാണ്. ഒന്ന് ഈ താലൂക്ക് ആശുപത്രിയിലെ നിർമ്മാണം എങ്ങനെ കഴിയുന്നത്, പിന്നെ നമ്മുടെ ശാസ്താംകോട്ട പുത്തൂർ റോഡിൻ്റെ ഒരു തകർച്ച. അതിൻ്റെ പേരിലാണ് ഏറ്റവും കൂടുതൽ മീറ്റിങ്ങുകളും പേരുദോഷം മാത്രമല്ല ഏറ്റവും കൂടുതൽ എനിക്ക് വിളിക്കേണ്ടി വന്നത്. രണ്ടാമത്തെ കാര്യം ആശുപത്രിയാണ്. അത് വാസ്തവത്തിൽ 4 വർഷം 3-3.5 വർഷം എടുത്ത ഇത് കിഫ്ബിയുടെ വേറൊരു രീതിയിലുള്ള നിർമ്മാണം. അതിനകത്ത് ഇപ്പം KSEB ആണ് അതിൻ്റെ ഈ നോഡലായിട്ടുള്ള ഏജൻസി. അങ്ങനെയൊക്കെ ഉണ്ട്. ഗുജറാത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് വന്നപ്പോഴും മറ്റു വലിയ എന്നാലും പറഞ്ഞു ഈ അവിടുത്തെ പാവപ്പെട്ടവർ താമസിക്കുന്ന ചെറിയ ചേരികൾ മറയ്ക്കാൻ വേണ്ടി വലിയ കട്ടനടിച്ചു. ഇവിടെ ഏതൊരു സ്ഥലത്ത് അങ്ങനെ സ്ഥിതിയുണ്ടോ? അപൂർവം ചില സ്ഥലത്ത് ഇപ്പോഴും ദുരിതമുള്ളവരെ പരിഹരിക്കാൻ അതാണ് അങ്ങനെ ഇല്ലാന്ന് തന്നെ ഷപ്പരി സാഹ് തന്നെ പറഞ്ഞല്ലോ. ഇല്ലാത്ത കാര്യങ്ങളാണ് പറയുന്നത്. ഞങ്ങളുടെ ഇവിടുത്തെ ഏറ്റവും പ്രമുഖരായ നേതാക്കന്മാരിൽ ഒരാളാണ് അവർ. പിന്നെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻ്റായിട്ട് തന്നെ ജില്ലയിലിരുന്നു. അതിനുശേഷം 3 ടൈം MLA ആയിരുന്നു.